Morning to all. Today I am going to teach NABARD. Before that, previous classൽ നമ്മൾ പഠിച്ചിരുന്നു നമ്മൾ ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നും ഓർഗനൈസ്ഡ് സെക്ടർ എന്നും. അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് റെഗുലേറ്റഡ് ബൈ RBI. ബാങ്കിൻ്റെ റൂൾസോ റെഗുലേഷൻസോ ഒന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ അതിനെ നമ്മൾ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നാണ് പറയുക. ഇപ്പോൾ RBIയുടെ അണ്ടറിലാണ് ബാങ്കിൻ്റെ റൂൾസും റെഗുലേഷൻസും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ഫോളോ ചെയ്യുന്ന ബാങ്കുകളെയാണ് നമ്മൾ ഓർഗനൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അൺഓർഗനൈസ്ഡ് ബാങ്ക്സിൽ വരുന്നതാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സും മണി ലെൻഡേഴ്സും. ഓർഗനൈസ്ഡ് ബാങ്ക്സിൻ്റെ അണ്ടറിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ്പെക്സ് ബാങ്ക്, ഡെവലപ്മെൻറ്റ് ബാങ്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചറിൽ വരുന്നത്. പിന്നെ നമ്മൾ പഠിച്ചിരുന്നു നമ്മൾ ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ അപ്പെക്സ് ബോഡിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഷെഡ്യൂൾഡ് ബാങ്ക്സ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് ഷെഡ്യൂൾ 2 വരുന്നതാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. അതുപോലെ തന്നെ അതിൻ്റെ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 5 lakh എങ്കിലും വേണം. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷെഡ്യൂൾ 2 ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. അതുപോലെ തന്നെ അതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലെസ് ദാൻ 5 lakh ആയിരിക്കും. ഇതാണ് ഷെഡ്യൂൾഡ് ബാങ്കും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് വരുന്നത് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അതായത് ഒരു ഡെവലപ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയാണ് ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് പ്രത്യേകമായിട്ടും റൂറൽ പീപ്പിളും അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി പീപ്പിളിൻ്റെ ഡെവലപ്മെൻറ്റ് വരുത്തുക എന്നുള്ളതാണ് ഈ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ എയിം. നമ്മളിന്ന് മെയിനായിട്ട് നോക്കുന്നത് നബാർഡാണ്. നബാർഡിൻ്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 12th July 1982 നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നബാർഡിൻ്റെ വേടിയിൽ തന്നെ നമുക്കതറിയാം, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതായത് അഗ്രികൾച്ചറിനും അതുപോലെ തന്നെ റൂറൽ ഏരിയസിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. റൂറൽ ഏരിയ അഗ്രികൾച്ചറിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ റൂറൽ ഏരിയയിലുള്ള സ്മോൾ ഇൻഡസ്ട്രീസ്, കോട്ടേജ്, വില്ലേജ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ റൂറൽ ആർക്കിടെക്ചർ, ഇവർക്കൊക്കെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാനാണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ നബാർഡ് ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ പ്രൊവൈഡ് ചെയ്യും ഓൺട്രപ്രനേഴ്സിന്. ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നബാർഡ് അറിയപ്പെടുന്നത്. നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് കാഫ്റ്റിക്കാർഡ് കമ്മിറ്റിയുടെ അണ്ടറിലാണ്. അതിൻ്റെ അധ്യക്ഷൻ V. ശിവരാമനായിരുന്നു. ഇനി നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കുന്നത്. To integrate the various financial institutions involved in the areas of rural development. നമ്മൾ പറഞ്ഞു നബാർഡിൻ്റെ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഏരിയയിലുള്ള റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഇൻ ഓൾ മാറ്റേഴ്സ് കൺസേണിങ് ടു ദി ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക. ഇത് രണ്ടുമാണ് നബാർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഫംഗ്ഷനായിട്ട് പഠിക്കുന്നത്, ആദ്യം ഈ നബാർഡ് അതായത് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുത്തിരുന്ന അഗ്രികൾച്ചർ റീഫൈനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയ്യുന്ന വർക്കും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന വർക്കും ഇപ്പോൾ ചെയ്യുന്നത് ഈ നബാർഡാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ പറയുന്നത് ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞിരുന്നു നബാർഡാണ് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ആക്ട് ആസ് എ റീഫിനാൻസിങ് ഏജൻസി ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് ടു പ്രൊവൈഡ് വേരിയസ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഈ നബാർഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ
ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അഗ്രികൾച്ചറും അതുപോലെ തന്നെ റൂറൽ ഏരിയസിന് ഞാൻ പറഞ്ഞിരുന്നു, സ്മോൾ ഇൻഡസ്ട്രീസ്, വില്ലേജ്, കോട്ടേജ്, അവർക്കുള്ള ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യും. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ് ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് ടു, അതായത് ഷോർട്ട് ടേം കൊടുക്കും, ലോങ് ടേം, മീഡിയം ടേം ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, RRBs, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, കൊമേഴ്സ്യൽ ബാങ്ക്സ്, ഇവർക്കൊക്കെ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേംസ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതും നബാർഡാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് കോർഡിനേറ്റ് ദ ഓപ്പറേഷൻ ഓഫ് റൂറൽ ക്രെഡിറ്റ് ഏജൻസീസ്. നമ്മൾ റൂറൽ ക്രെഡിറ്റ് ഏജൻസിയിലെ ഫങ്ഷൻസിനൊക്കെ ഇത് നബാർഡ് കോർഡിനേറ്റ് ചെയ്യും. ഇറ്റ് പ്രൊവൈഡ് ഷോർട്ട് ടേം ലോൺസ് ടു എനി ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലോങ് ടേം ലോൺസ് നബാർഡ് പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദി ഷെയർ ക്യാപിറ്റൽ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റി ഓഫ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൺസേൺ വിത്ത് അഗ്രികൾച്ചർ. നമ്മൾ പറഞ്ഞില്ലേ, നബാർഡ് മെയിനായിട്ട് എന്തിനാണ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന്, അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ് റീഫൈനാൻസ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഷെഡ്യൂൾ കൊമേഴ്സ്യൽ ബാങ്ക്, ഇതിനൊക്കെ റീഫൈനാൻസ് ചെയ്യുന്നതും നബാർഡിൻ്റെ ഒരു ഫങ്ഷനാണ്. നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയൊക്കെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും നബാർഡാണ്. പിന്നെ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സിനും അതുപോലെ തന്നെ RRBനൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയും നബാർഡിനുണ്ട്. ദ ബാങ്ക് അണ്ടർടേക്ക് മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് പ്രൊജക്ട് റിഫൈൻഡ് ബൈ ഇറ്റ്. അതുപോലെ തന്നെ മോണിറ്ററൈസിങ് ചെയ്യാനും ആ ബാങ്കുകൾ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടിയും ആർക്കുണ്ട്? നബാർഡിനുണ്ട്. ഇറ്റ് അഡ്വൈസ് ദ ഗവൺമെൻറ് ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു റൂറൽ ക്രെഡിറ്റ്. റൂറൽ ഏരിയസിലെ ക്രെഡിറ്റിന് വേണ്ടിയുള്ള അഡ്വൈസുകളൊക്കെ കൊടുക്കുന്നതും നബാർഡാണ്. നെക്സ്റ്റ്, ഇറ്റ് മെയിൻറ്റെയിൻ എ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ടു പ്രൊവൈഡ് റിസർച്ച് ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഏരിയയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള റിസർച്ചിന് വേണ്ടിയുള്ള ആവശ്യമായിട്ടുള്ള ഫണ്ടും നബാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അതായത് നമ്മൾ ഓൺടർപ്രനേഴ്സിന്, റൂറൽ ഏരിയയിലെ ഓൺടർപ്രനേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ റിസർച്ചിന് വേണ്ടിയുള്ള ഫണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടു എക്സ്റ്റെൻഡ് ഫോർമൽ ബാങ്കിങ് സർവീസ് ടു ദി എൻറിച്ച്ഡ് റൂറൽ പീപ്പിൾ ബൈ ഇവോൾവിങ് എ സപ്ലിമെൻ്ററി ക്രെഡിറ്റ് ഡെലിവറി സ്ട്രാറ്റജി. അതായത് നമ്മുടെ റൂറൽ ബാങ്കിങ് എത്താത്ത റൂറൽ ഏരിയസിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ഡെലിവറി സർവീസസ്, അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് വഴി ആ സർവീസസുകൾ എത്തിപ്പെടാത്ത റൂറൽ ഏരിയയിൽ എത്താത്ത അൺറീച്ച് ആയിട്ടുള്ള പേഴ്സൺസിന് എത്തിക്കുക എന്നുള്ളതും ഈ നബാർഡിൻ്റെ ഒരു ഫങ്ഷനാണ്. അപ്പോൾ ഈ നബാർഡാണ് ബാങ്കിങ് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നത്. ഇത് പലതരത്തിലുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസിനും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ലോൺസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ നബാർഡിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, നമ്മൾ നബാർഡിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കുന്നത്. മാനേജ്മെൻറ്റിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് നബാർഡിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ ഡെപ്യൂട്ടി മാനേജർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി മാനേജറിനെയാണ് നമ്മൾ ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പിന്നെ പറയുന്നത് 3 നോമിനീസ് ഉണ്ടാവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന്. അതുപോലെ 3 മെമ്പേഴ്സിൽ 2 എക്സ്പീരിയൻസ്, കോപ്പറേറ്റീവ് ബാങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും, അതിൽ 2 പേര്. പിന്നെ 2 നോമിനീസ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്, 2 എക്സ്പെർട്ട് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, മാനേജിങ് ഡയറക്ടർ ആൻഡ് 1 ഓഫ് ദി വോൾ ടൈം ഡയറക്ടേഴ്സ്. ഇതാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, വേരിയസ് സ്കീംസ് പറയുന്നുണ്ട് നബാർഡിൻ്റെ. കാർഷിക് സാത്തി സ്കീം, അതുപോലെ വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്ലാൻ, വാട്ടേഴ്സ് പ്രൊജക്റ്റ് ഓൺ 31st ഡിസാസ്റ്റർ. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഇതൊക്കെയാണ് അതിൻ്റെ സ്കീംസ് എന്ന് പറയുന്നത്. കാർത്തിക് സാത്തി സ്കീം എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അത് ഫാർമേഴ്സിൻ്റെ ഫ്രണ്ടായിട്ട് നിൽക്കുന്നതാണ്. കാർത്തിക് സാത്തി സ്കീം ഫാർമേഴ്സിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, വില്ലേജ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, വില്ലേജിലെ ബാങ്ക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് വില്ലേജ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെയിനായിട്ട് വുമൺ ഹെൽപ്പ് ഗ്രൂപ്പ്സിനൊക്കെ വേണ്ടിയുള്ള ഹെൽപ്പാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ വേരിയസ് സ്കീംസ്.
നെക്സ്റ്റ് വരുന്നത് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മെയിനായിട്ട് സിക്ക് യൂണിറ്റ് വേണ്ടിയാണ് നിൽക്കുന്നത്. ദ മെയിൻ പർപ്പസ് ഓഫ് IRC വാസ് ടു പ്രിവെൻറ്റ് ആൻഡ് ക്യൂർ ദ പ്രോബ്ലംസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നസ്. ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് റിക്വയർ ചെയ്യാനും അതിന് ക്യൂർ ചെയ്യാനുമാണ് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. അതിൻ്റെ എൻ്റെ റിസോഴ്സസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേറ്റീവ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അതർ നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വന്നത്. അപ്പം നമ്മളിന്ന് മെയിനായിട്ട് പഠിച്ചത് നബാർഡും IRCA ആണ്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.